അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹീറോ ഈ അപ്സര പെൻസിലാണ്. ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ഇല വരച്ചിട്ട് അതിൻ്റെ ഷെയ്ഡിങ് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ തണ്ടും ഇലയും ഒക്കെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കുന്നേ, ഒന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോ. ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടും മറ്റേ കൈ കൊണ്ട് വരയ്ക്കുന്നത് കൊണ്ടും വീഡിയോ എടുക്കുന്നതിൽ കുറേ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ഷെയ്ഡിങ് പരിപാടിയിലേക്ക് പോകും. നമ്മൾ താഴത്തുനിന്ന് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങണം കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ഒരിക്കലും ഷെയ്ഡ് ചെയ്ത് തരരുത്. നമ്മൾ തണ്ട് ഷെയ്ഡാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ പുറത്തുള്ള ആ വരകളൊക്കെ ഇല്ലേ, അത് നമ്മൾ ചെയ്യാൻ കേട്ടോ. അത് ഇച്ചിരി കടുപ്പിക്കൽ തന്നെ ചെയ്തോളൂ കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് ഒന്നും കൂടി കടുപ്പിക്കും, എന്നാലും വേണ്ടില്ല, ഒന്നും കൂടി ചെയ്തു. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് നൈസായിട്ട് ഷെയ്ഡ് ചെയ്ത് വരിക. അത് കഴിഞ്ഞിട്ട് തണ്ടിൻ്റെ ഇപ്പുറം ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇല നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഫ്ലാഷും എല്ലാം കൂടി ഉള്ളപ്പോൾ അതിനൊരു ഭംഗി അറിയാത്തതാണ് കേട്ടോ. ഇനിയുള്ള നമ്മുടെ ബാക്കി ഭാഗത്തിൽ നമ്മുടെ പെൻസിലെ ചെരിച്ച് വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ കൈ വിരലുകൊണ്ട് നന്നായിട്ട് എന്താ പറയുക, സ്മൂത്താക്കി കൊടുക്കണേ. എൻ്റെ കൈ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ കൈ കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കടുപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ നേരത്തെ വരച്ച തണ്ടും കാര്യങ്ങളും ഔട്ട്ലൈൻ നമ്മൾ കടുപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാൻ? നല്ല ഭംഗിയാണ്. നിങ്ങളൊന്നും ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.